look into your eyes and wonder how. All I'd ever do is say that I don't need nobody, but it's only 'cause I hadn't found the one I needed. All I'd ever do is end up saying that I'm sorry when it fell apart and both of us were done and leaving. Yeah, maybe this sounds crazy, but finding you saved me. 'Cause all I ever do now is look into your eyes and wonder how I made it through the days before I found the right road. Life is easy now that I know, baby, I'd be happy loving you if it's all I ever do. 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 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. കാനായിലെ കല്യാണ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവൻ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ പണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം. സ്നേഹകർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവിന്റെ സംരക്ഷണം അവിടുത്തെ അവിടുത്തെ വിശ്വസത രാത്രിയിലെ ഭീകരതയും പലകർമ്മണത്തിന്റെയും ഭയപ്പെടേണ്ട. നിന്റെ ഭാഷകളിലായാലും എനിക്കും കർത്താവിൽ ആശ്രയിച്ചു. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ പെടാതിരിക്കാൻ അവന്റെ സിംഹത്തിന്റെ അണലിനെ ചവിട്ടിക്കും. ആ സ്നേഹത്തിലോട് നിൽക്കുന്നതിനാൽ അവന്റെ നാമം സംരക്ഷിക്കും. അവനെ വിശ്വസിക്കുമ്പോൾ
തമ്പുരാന്റെ നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുമായി ഞങ്ങളിതാ അങ്ങേ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നതിനായി ഇറങ്ങുന്ന ഈ മകളെ അങ്ങയുടെ അനുഗ്രഹാശീർവാദത്തിനായി സമർപ്പിക്കുന്നു. ഇന്ന് നടക്കുവാൻ പോകുന്ന പാവനമായ കർമ്മത്തെ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ച് ആരംഭിക്കുന്ന കുടുംബജീവിതം അവസാനം വരെ വിശ്വസ്തയോടെ നിറവേറ്റാൻ വേണ്ട ശക്തിയും ആത്മാവിന്റെ പ്രകാശവും ഇവളിൽ ചൊരിയണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കി സഹായിച്ചതുപോലെ യേശുവേ, ഈ വിവാഹ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യ ശക്തി ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമേ. ഇവൾക്ക് ജന്മം നൽകി വളർത്തി പരിപാലിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കെട്ടുമ്പോ പ്രാർത്ഥിക്കാൻ ജോസിന്റെ പറഞ്ഞായിരുന്നു. പവിത്രമായ വിവാഹ ഉടമ്പടി ചെയ്യുന്ന ജിതിൻ ജോസഫ്, റീന ടോണി, മത്സരയുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ആദ്യമായി തന്നെ അനുഗ്രഹദായകമായ ഈ സുദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ജിതിനും റീനയ്ക്കും നേരുന്നു.
കത്തോലിക്ക സഭയിലെ 7 കൂദാശകളിൽ 2 പേർ ചേർന്ന് സ്വീകരിക്കുന്ന ഏക കൂദാശയാണ് വിവാഹം. വിവാഹം എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം വിശേഷാൽ വഹിക്കുക, വിശേഷാൽ സ്വീകരിക്കുക. ഈ കുർബാനയിൽ നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനം ഇന്നു മുതൽ നിത്യത വരെ സന്തോഷത്തിനും സന്താപത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടെ ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുക. ഞങ്ങൾ ഈ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദാനത്തിൽ ആ ജീവനാന്തം അടിയുറച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തമായ കൃപ തിരുക്കുടുംബം വഴി ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് അനുതാപ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ എല്ലാ സഹോദരി ദൈവങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
സർവശക്തനായ ദൈവമേ, വിവാഹമെന്ന ഉദാസിയാൽ സമ്മോചിക്കപ്പെട്ട അങ്ങേ ദാസൻ ജിതിൻ മീന അവർ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിൽ വളരുവാനും അങ്ങേ സഭയെ വിശ്വാസ സന്താനങ്ങളാൽ അഭിവൃദ്ധിപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചുവാൻ ഞങ്ങളുടെ ഉത്തമമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിച്ച് ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്കും വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയം ആയിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങൾക്കും ഭർത്താക്കന്മാർക്കും വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപാലിക്കുകയും ചെയ്യും. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടുകൂടി ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടിരിക്കുന്നതായ ഞാൻ ഇത് പറയുന്നു. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. യേശു മനുഷ്യരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷം നമ്മുടെ പാപങ്ങളുടെ നീക്കം ചെയ്യുവാനാകട്ടെ. വിവാഹാശീർവാദ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണ് നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കും. അവിടെ ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചെന്നാണ്. ഇപ്പോഴാകട്ടെ പ്രത്യേക ഉദാശയാൽ നിങ്ങൾ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയും. ജിതിൻ ജോസഫ്, മീന ടോണി, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടെ ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളെ ക്രൈസ്തവ പഠനമനുസരിച്ച് വളർത്തുവാൻ സന്നദ്ധരാണ്. വിവാഹോടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ
പരസ്പരം വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉരുവിടുന്നത്. നേരെ നോക്കിയിട്ട് നീന ടോണി, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നീന പറയുന്നത് കേട്ടോ. ജിതിൻ ജോസഫ്, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മത കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശുദ്ധയിൽ സമന്വയം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ വിവാഹ ആശീർവാദത്തിൻ്റെ കാതലായ ഒരു കർമ്മമാണ്. താലിയും മോതിരങ്ങളുമാണ് ആശീർവദിക്കുന്നത്. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ആശീർവദിക്കണമേ. ഇത് ജിതിൻ ജോസഫിൻ്റെയും നീന ടോണിയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണം. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ മന്ത്രമോടി ദയാപൂർവം ആശീർവദിക്കണം. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിൻ്റെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തു സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണം. By the look in your eye, I can tell that you're no longer sleeping, but we're still dreaming. Don't put it all on me. By the end of the day, it's clear that we're both never leaving, but if we're still breathing, don't put it all on me. He only knows as much as you're willing to tell. Don't mean to remind you, but sometimes I like to, just so you know how it felt. Whoa, don't put it all on me.
slow motion, or waves with no ocean. I'm swallowed by the sea. You couldn't be honest with me, but I know you tried to. But beauty will blind you. Don't put it all on me. The Holy Ghost, He only knows as much as you're willing to tell. Don't need to remind you, but sometimes I like to, just so you know how I felt. Don't put it all on me. Don't put it all on me. Some days we might fall apart, but we're never broken. The words that were spoken mean nothing to me. By the look in your eye, I can tell that you no longer need me. The feeling is free. Don't put it all on me. 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 Good evening, everyone. Cuando yo la vi, dije si esa mujer fuera para mí. Perdóname, te lo tenía que decir. Está dura, 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 dura. Que está dura, mano arriba porque tú te ves bien. Está dura, mamacita, te fuiste de nivel. Dura, mira cómo brilla tu piel. Está dura, dímelo cómo es que está dura. Yo te doy un 20 de 10. Está dura, dura, dura. Tú eres la máquina de baile. Si no tienes a nadie, vente pa' mi brazo, caile. Ese perfume se siente en el aire. Algo como Argentina, tú me traes los Buenos Aires. വിവാഹം എന്നത് ഒരു ദൈവിക ഉടമ്പടിയാണ്. രണ്ട് വ്യക്തികളായിരുന്ന, രണ്ട് കുടുംബങ്ങളിൽ ജനിച്ച, രണ്ട് ദേശങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ ഇന്ന് ഒന്നായിരിക്കുകയാണ്. ഒരു പുതിയ കുടുംബമായിരിക്കുകയാണ്. Ladies and gentlemen, for the very first time, I very proudly present to you the man and wife, Mr. and Mrs. Jitin Joseph. Beautiful. It's a beautiful saying. You don't marry someone whom you can live with. You marry the one whom you cannot live without. വിവാഹം എന്നത് ആരുടെയെങ്കിലും കൂടെയുള്ള ജീവിതമല്ല. ആരെ കൂടാതെ ജീവിതമില്ല, ആ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതമാണ് വിവാഹ ജീവിതം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയ ജിത്തുവും നയനയും ഒരു മനോഹരമായ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇവരെ വേർതിരിക്കുവാൻ പറ്റാത്ത വിധം ഇവര് ഒന്നായിരിക്കുകയാണ്. ഞാൻ ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അല്ലേ? സംശയമൊന്നുമില്ലല്ലോ, അല്ലേ? സോ പക്ഷെ നമുക്ക് എന്തായാലും ഔപചാരികതയുടെ പേരിൽ നമുക്ക് ആദ്യമായി തന്നെ ഇത് വെരി ഹാൻസം ഗ്രൂം, എന്തുവാ നിങ്ങൾ ആളെ വിളിക്കുന്നേ? ജിത്തുവോ? എന്നോ ഉറക്കൊരു സ്നേഹത്തോടെ ആ സ്നേഹം ഒന്ന് കാട്ടി. ഇനിയിപ്പോ നേനക്കാണ് അതിന്റെ ഫുൾ റൈറ്റ്. എന്നൊന്ന് സ്നേഹത്തോടെ എല്ലാവരും ചേർന്ന് ആ വിളിക്കാമോന്ന്? യെസ്, അങ്ങനെ തന്നെ വിളിക്കുന്ന Jitin Joseph, hailing from Itikunnathu family, is the son of Mr. I.G. Joseph and Mrs. Margaret Grace. He completed his schooling from Bhavans Adarsh Vidyalaya and went on to do engineering
from Christ University, Bangalore, and completed MBA from Manipal University. He is currently working as Revenue Assurance Manager at London Stock Exchange Group. So, ഇതാണ് നമ്മുടെ ഇന്നത്തെ സുന്ദരനായ പുലിക്കുട്ടൻ ജിത്തുവിന് നല്ലൊരു കൈ ചേർന്ന് നൽകണം, please everyone. Now moving on to the gorgeous lady of the evening, the bride, Naina Anthony, hailing from Alapat family, is the daughter of Mr. Tony Alapat and Jolie Jose. She completed her schooling from Indian Community School, Kuwait, and completed her graduation from Vimala College, Thrissur. And she is currently working as US tax analyst. So, ഇതാണ് നമ്മുടെ the very gorgeous bride. നയനയ്ക്കും എല്ലാവരും ചേർന്നൊരു അടിപൊളി കൈയടി നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. By the look in your eye, I can tell that you're no longer sleeping, but we're still dreaming. Don't put it all on me. നമുക്ക് ആദ്യമായി തന്നെ നാനയുടെ ഫാമിലിയെ പരിചയപ്പെടാം. Nana's loving father, Mr. Tony Alapat, he worked as a procurement officer in Kuwait and he is now settled in Thrissur. And Nana's loving mother, Jolie Jose, she is a member of Vatel family. She worked as a nurse in Kuwait and she is currently working as a nursing tutor in Westford College of Nursing, Thrissur. Nanake oru sister aanu ulladu, very gorgeous lady here. Tina Tony Alapat pursuing MSc in SRM College, Chennai. So, ഈ ഫാമിലിക്ക് എല്ലാവരും ചേർന്ന് ഒരു അടിപൊളി കയ്യടി നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Now moving on to Jittu's family. Jittu's loving father, Mr. I.G. Joseph, he is retired from ONGC as a Deputy General Manager. And Jittu's loving mother, Margaret Grace, she is a member of Parapulil family. She is a homemaker. And ജിത്തുവിന് ഒരു സിസ്റ്ററാണ് ഉള്ളത്, ജീന ജോസഫ്, ആൻഡ് ഷീ ഈസ് മാരീഡ് ടു ദിസ് ഹാൻസം ജെന്റിൽമാൻ ജെയ്ക്സ് ബാബു. ജീന, she runs a clothing brand, the brand name Soul Studio Kochi, ഒരു അടിപൊളി ക്ലോത്തിങ് ബ്രാൻഡാണ് അല്ലേ? പാർട്ട്ണറിനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പാർട്ട്ണർ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് Jakes, he is the CEO at Sunrise Developer. So, idana ee power packed family. Ivarku once again a huge round of applause everyone. Namukku ini vediyil chila chadangukalanu baakiyulladu. Adyamayi thanne lamp lighting ceremony aanu. I request the couple and the parents to kindly come forward and light the lamp. By the end of the day, it's clear that we're both never leaving. But if we're still breathing, don't put it all on me. The Holy Ghost, He only knows as much as you're willing to tell. Don't mean to remind you, but sometimes I like to, just so you know how it felt. Whoa, don't put it all on me. Hello everyone, I'm Jittu's brother Harris. So happy to be here in ഞങ്ങളുടെ കസിൻസ് ടീമിൻ്റെ ലീഡർ ജിത്തു. പക്ഷേ നൈനയ്ക്ക് ഒരു ഹെഡ്സപ്പ്, ഞങ്ങളുടെ ടീമിലെ കൺവിൻസിങ് സ്റ്റാറാണ് ജിത്തു. പണ്ട് എന്നെ സൈക്കിളിൽ നിന്ന് തള്ളിയിട്ടിട്ട് വക്കീലായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ, പക്ഷേ ലൈക്ക് ജോക്സ് അപ്പാർട്ട്, ഈസ് ദ ബെസ്റ്റ്. ജിത്തു മുത്താണ്, പൊളിയാണ്. ലൈക്ക് ഈസ് ദ ബെസ്റ്റ് പാർട്ട്ണർ യു കുഡ് ഹാവ് എ ഡ്രീം അബൌട്ട്. സോ അതുപോലെ തന്നെ ലൈക്ക് നൈന വളരെ ചുരുക്കം ദിവസം കൊണ്ട് ലൈക്ക് ഞങ്ങളുടെ ലൈക്ക് ഒരു ഫാമിലി പോലെയായി. ലൈക്ക് ഞങ്ങൾ ഒരു വലിയ കസിൻസ് ടീം ഉണ്ട് അവിടെ. ആ ഗ്രൂപ്പിൽ വളരെ പെട്ടെന്ന് ജെല്ലായ ആളാണ് നൈന. അപ്പോൾ cheers to the best couple here. പിന്നെ ഒരു സോഡ പോലും കുടിക്കാത്ത ജിത്തു നല്ല പവറായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ സോഡ കുടിക്കാത്ത ജിത്തുവിന് നമുക്ക് ഇച്ചിരി വൈൻ കൊടുക്കാം. ജോർജിനെ നമ്മൾ പ്രത്യേകം ഇറക്കിയതാണ് ഈ ഷാമ്പം പൊട്ടിക്കാൻ വേണ്ടി. ജോർജിന് നല്ലൊരു കൈയടി. കമാൻ ഗൈസ്. Come on guys, can you all put your hands together?
Dear Jittu and Naina, may you both find life's joys heightened, its bitterness sweetened, and each of its moment hallowed by true companionship and love. I can't look away when I'm watching you move in slow motion. Always with no ocean, I'm swallowed by the sea. You couldn't be honest with me, but I know you tried to. But beauty will blind you. Don't put it all on me. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, we'll have it hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Okay, so this game is called Love Sandwich. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പല പല കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ചെക്കനും പെണ്ണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിരുത്തി അവരുടെ ഷൂസ് ഒക്കെ ഊരി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അവരെ അത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം. സോ ഇവർ മാത്രം, ഞങ്ങൾ ഓർത്തിലേക്കിനോ ഇവർ മാത്രം കളിച്ചാൽ അതിനൊരു ഫണ്ണില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. അപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ഗെയിമിൽ പാർട്ടായാൽ മാത്രമേ അതിന് ഭംഗിയുള്ളൂ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഗെയിം ഇപ്പോൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. സോ ഐ ബി ആസ്കിങ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന് ആദ്യം നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഓക്കെ, ആ കാര്യം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് നിങ്ങൾ ആദ്യം ഉത്തരം പറയണം. ആൻഡ് ദെൻ വി വിൽ ആസ്ക് ജിത്തു ആൻഡ് നേന, അവര് അതിന്റെ സത്യാവസ്ഥ പറയും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആദ്യമായി തന്നെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ചിലരൊക്കെ കുറെ അറിയാതിരിക്കും അതിനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും, എനിക്കൊക്കെ ഭയങ്കര കൗതുകമുള്ള ഒരു ചോദ്യമാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇവരിൽ ആരായിരിക്കും ആദ്യം ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്? ഒറ്റ പേര് ജിതിൻ, ഒറ്റ പേര്. ആ റൊമാൻറ്റിക് കാമുകൻ ജിതിനാണോ എന്നുള്ള സത്യം? വാട്ട് ഇസ് ദ ട്രൂത്ത് ഗൈസ്? യെസ്, the romantic guy here. Okay, so next question. Okay, ഇന്ന് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഇൻലോസിനെ ഇംപ്രസ് ചെയ്യാൻ ഏറ്റവും ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കഷ്ടപ്പെട്ട് ഇൻലോസിനെ നേന. ഓ മൈ ഗാഡ്, നേനയുടെ പേരാണ് എല്ലാരും ബുക്കിക്കുന്നത്. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ആ, നേന തന്നെയാണോ? മൈ ഗോഡ്. സോ ഡു യു ഹാവ് എനി പ്ലാൻ? രാവിലെ മറ്റേ ചൂലൊക്കെ എടുത്ത് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഐ യു പ്ലാൻ ടു കുക്ക് സംതിങ് ഫോർ ദ ഇൻലോസ്? എന്താ പരിപാടി? നാളെ രാവിലെ അല്ല, പക്ഷെ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം എന്നാണ്. അറിയോ ചായ ഉണ്ടാക്കാൻ? അറിയോ? ആണോ? ഒരു കപ്പ് പാലിന് എത്ര വെള്ളം വേണം? ഓക്കെ, യെസ്, ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നതായിരിക്കും ഗൈസ്, പേടിക്കണ്ട. പറയൂ. ഭയങ്കര അത് നടക്കൂല. യെസ്, അത് പറയാതെ വയ്യ. ചായ മാത്രമാണ് ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ആന്റി ഭയങ്കര അടിപൊളി കുക്കാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യെസ്, ആന്റി പഠിപ്പിക്കില്ല. എവിടെ ആന്റിയുടെ? ആന്റി എവിടെയുണ്ട്? ആന്റി മരുമോളെ പഠിപ്പിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, now the next question, what is your anniversary date? Today is going to be the anniversary date, yeah. Jan 4th. ചെറിയ കൺഫ്യൂഷൻ അടിച്ചെങ്കിലും പുള്ളി അത് തിരിച്ചെടുത്തു. ഓക്കെ, സോ ഈ ആനിവേഴ്സറി ഡേറ്റ് മറക്കാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജിത്തുന്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഓർമ്മശക്തി. നിങ്ങൾ എന്താ പറയണേ?
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആളാണ്. ആ ആളാണ് നിങ്ങൾ ഇങ്ങനെ പുച്ഛിക്കണേ. എന്താ പറയുക? വാട്ട് ഈസ് യുവർ യുനോ ജിതിൻ മറക്കോ? പൊതുവെ ആണുങ്ങളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണ്. അത് കുഴപ്പമില്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഓർമ്മിപ്പിക്കാൻ? ജീനയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നാണ് പറയണേ ഓർമ്മിപ്പിക്കാൻ. അതെന്താ പ്ലാൻ? അത് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാലോ. ജീന കമാൺ. ജീന എങ്ങനെയാണ്? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? അതൊന്നും ഓർമ്മയില്ല. ഓ, എപ്പോഴും എന്റെ പാട്ട് മറക്കും, എന്റെ എല്ലാ മറ്റേ മറക്കും. അപ്പൊ ഞാൻ ഓരോന്ന് മറക്കുമ്പോഴും അത് പാസ്വേഡ് ആയിട്ട് കൊടുക്കും. അത് തന്നെ മറക്കില്ല. വാട്ട് ആൻ ഐഡിയ. ജിക്സ് കമാൺ, എങ്ങനെയാണ് സാധിക്കുന്നത്? ഓക്കെ, ജെയ്ക്സിന്റെ പാസ്വേഡ് ഇപ്പൊ ജെയ്ക്സ് ജീനയോട് ചോദിച്ചാണ് പറയുന്നത്. വളരെ മനോഹരമായ ഒരു ഇത്. ഗൈസ്, യു വിൽ ഹാവ് ടു ചേഞ്ച് യുവർ പാസ്വേഡ് നൗ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറ്റം പറയണ്ട. ഓക്കെ, അങ്ങനെ വല്ല പരിപാടി ഒപ്പിച്ചോട്ടോ. നല്ലൊരു ഐഡിയ നാത്തും പറഞ്ഞു തന്നുണ്ട്. അപ്പൊ അത് വർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ പ്യൂർലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. അത് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവരിൽ ഏറ്റവും കുറവ് കുളിക്കുന്ന വ്യക്തി ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹൂ ടേക്സ് ലീസ്റ്റ് ഷവers? രണ്ടുപേരും കുളിക്കാറില്ലേ? രണ്ടുപേരും കുളിക്കോ? ആണോ? എന്താ പറഞ്ഞു? ധൈര്യമായിട്ട് പറഞ്ഞോ. ചേച്ചിയുടെ പേര് ധൈര്യമായിട്ട് പൊക്കി പിടിച്ചോ. നേനയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സത്യങ്ങൾ തുറന്നു വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റി. വെരി ഗുഡ്, വണ്ടർഫുൾ. എന്താ നിങ്ങൾക്ക് എന്താ തോന്നണേ? പറഞ്ഞോ. കുളിക്കാറില്ല? എന്നാ പൊക്കി പിടിക്ക്. രണ്ടുപേരും പോയി പൊക്കി പിടിച്ചോ. ഇതിനകത്തൊരു ട്രിക്ക് പറഞ്ഞുതരാം. കണ്ടോ, നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനമാക്കിയോ? വേർത്ത് കുളി. ഓക്കെ, കുഴപ്പമില്ല. ലൈക്ക് യുനോ, നമുക്ക് നാട്ടിൽ നല്ല അടിപൊളി സ്പ്രേ ഒക്കെ കിട്ടും. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ കുളിച്ചില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രേ അടിച്ച് ജീവിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവരിൽ ഏറ്റവും ഇമ്മച്ചുവർ ആണെന്ന് തോന്നുന്നത് ആരാണ്? ഹൂ ഡു യു ഗൈസ് തിങ്ക് ദ മോസ്റ്റ് ഇമ്മച്ചുവർ ഓഫ് ദം? നേനയാണോ? ദൈവമേ, നേനയുടെ പേരാണ് ഏറ്റവും കൂടുതൽ. ജിതിൻ ഭയങ്കര മെച്ചുവറാണ് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? നിങ്ങൾക്ക് എന്താ? രണ്ടുപേരും മെച്ചുവറാണ്. രണ്ടുപേരും മെച്ചുവറാണ് അല്ലേ? യെസ്, അതുകൊണ്ടാണ് ഇവരെ കെട്ടിച്ചേക്കുന്ന സുഹൃത്തുക്കളെ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവരിൽ ആരായിരിക്കും ഫാമിലി ലൈഫിൽ ഏറ്റവും ആദ്യം അടി ഉണ്ടായാൽ സോറി പറയാൻ സാധ്യതയുള്ള വ്യക്തി? ഒറ്റ പേര്, ജിത്തു, ജിതിൻ എന്ന് മാത്രം. എന്താ നിങ്ങൾക്ക് എന്താ തോന്നണേ? ജിത്തു സങ്കടത്തോടെ ഒക്കെ. എന്താണ് ലാസ്റ്റ് ടൈം ജിത്തു സോറി പറഞ്ഞത്? അല്ല, ഇപ്പൊ കാണാൻ വന്നില്ലെങ്കിലൊക്കെ വഴക്കുണ്ടാക്കും. കണ്ടോ, അതാണ് സ്നേഹം. കാണാൻ വന്നില്ലെങ്കിൽ ഒക്കെ വഴക്കുണ്ടാക്കുമ്പോ ജിത്തു എപ്പോഴും സോറി പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കാറുണ്ട്. പാവം കൊച്ചു അതൊക്കെ വിശ്വസിച്ചിരിക്കുക. കുഴപ്പമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. സോ ഇവരിൽ പിശുക്ക് ആർക്കാണ് എന്നാണ് തോന്നുന്നത്? ഇവരിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പിശുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ജിത്തു അല്ല, നേനയാണോ? നേനയ്ക്ക് പിശുക്കുണ്ടോ? ഒരു പേര്, 2 പേര്, 3 പേര്. നേനയ്ക്ക് പിശുക്കുണ്ടോ? ഇല്ല. അടിപൊളി. ഓക്കെ, രണ്ടുപേരും നല്ല ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു വരാം. ഐ എം ഷുവർ യു ഗൈസ് വിൽ ഹാവ് സോ മെനി തിങ്സ് ടു നോ. എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ നേരത്തെ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ആർക്കും പിന്നെ ചോദിക്കാൻ പറ്റില്ല. ഡു യു ഗൈസ് ഹാവ് എനി ക്വസ്റ്റ്യൻ ടു ആസ്ക് ദം? എന്തെങ്കിലും ക്ലിയർ ആക്കാൻ? ഒന്നുമില്ലല്ലോ. ഇന്ന് നിങ്ങളിൽ ആരായിരിക്കും ആദ്യം കിടന്ന് ഉറങ്ങാൻ പോകുന്നത്? ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ?
Okay, so this is a direct question. Okay, ഇത് നാനയ്ക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചോ. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കണ്ട നല്ല ക്വാളിറ്റി അത് എന്തിലാണ് വീണത്? അത് നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ദാറ്റ് മൊമെന്റ് that this is the right person for you എന്ന് ജിത്തു is the right person for Naina എന്ന് മനസ്സിലാക്കിയ ആ ഒരു സംഭവം എന്താണ്? ആ ക്വാളിറ്റി എന്താണ്? ഗുഡ് ലിസണർ ആണ്, പിന്നെ ഒരുപാട് സംസാരിക്കും, അപ്പോൾ എന്റർടൈൻമെന്റ് വെക്കും. വെറുതെ അല്ല ആദ്യം ഉറങ്ങി പോകുന്നു പറഞ്ഞ ഇന്നലെ ഉറങ്ങിട്ട് അതിന്റെയാണ്. ഓക്കെ, ഈ പാട്ടാണ് പാടത്. ഓ മൈ ഗോഡ്, ആർക്കൊക്കെ ഈ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്? ഇത് നിങ്ങൾക്ക് താല്പര്യമായിരിക്കില്ലേ? ഉണ്ടോ? താല്പര്യമുണ്ടോ? ഓക്കെ, സോ ഓക്കെ, ജിത്തു കമോൺ. എവിടെ ഓക്സിജൻ? ഒന്ന് ബാക്കപ്പ് കൊടുക്കോ പ്ലീസ്. ഒരു നല്ലൊരു കൈഡി. കമോൺ എവരിവൺ. ചാഞ്ചാടിയാടി ഉറങ്ങുമേ, ചരിഞ്ഞാടിയാടി ഉറങ്ങുമേ, ആകാശദൂന കാലാത്തിനുറങ്ങുമേ, അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ ഒന്നു കാണാതെ കൽക്കണ്ട കുന്നിന്റെ ഉച്ചയില ചെല്ലുമ്പോ അമ്പിളി തമ്പ്രാന്റെ കോലോ കാണാം. ആ കോലോ തെറ്റുമ്പോൾ അവിടെ എന്തൊരു രസമുണ്ടോ, അവിടെ പാൽക്കാവടിയുണ്ട്, അവിടെ പായസമുണ്ട്, അവിടെ കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങുമീ, ചരിഞ്ഞാടിയാടി ഉറങ്ങുമീ, ആകാശദൂന കാണാക്കിനാക്കണ്ടുറങ്ങുമീ. ഇവിടെ കൈ അടിക്കാതിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. Come on guys, a very huge round of applause. This wonderful singer and this romantic guy. Okay, നല്ല ഒരു കൈയടി എല്ലാവരും ചേർന്ന് നൽകി. Okay, now the question is to Jittu. Jittu, പറയൂ, what was that one thing which made you sure that this is the lady for you? Yeah, so initially സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ used to connect a lot on music. Then we can talk about anything. I could share whatever I had in my mind. I used to tell my story from my childhood memories, school, college, each and everything what happened, I used to explain her. Then she used to patiently sit and listen. And she'll tell, എനിക്ക് അത്ര ഒന്നും പറയാനില്ല. ഞാൻ പിന്നെയും ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. But then she is always keen to know and understand what my life was and all those things. And yeah, overall, very easy to be with and all. But then if I don't go to meet her, then that's a big problem. But yeah, Bangalore is a city with heavy traffic, so at times I cannot go, and that was one of the main reasons which we used to fight. But then yeah, now going back, it will not be a problem. So. Okay, Naina ഒരു അടിപൊളി സിംഗർ ആണോ? Yeah? Okay, which song do you all want to hear from Naina? പറയൂ. ഡാൻസർ ആണ്, ഡാൻസ് കളിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഡാൻസ് നമുക്ക് കളിപ്പിക്കാം. ഓക്കെ, റെഡി അല്ലേ? मन दीद करावो जी, क्यों तरसावे हो, मन सकल दिखावो जी, हरी शरारत सब जानू मैं तो धरी, पर चले उन बंगाली में कह लगे मर गुड़ में जागी रोकनी चंदा में भारी चादरी मन दामन में भागी खुशी Come on guys, a huge round of applause to these two very talented people on the stage. നല്ലൊരു കൈ
കൈയടിയിലാണ് ചേർന്ന് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you so much everyone for cooperating with us and making this a very beautiful evening. Holy Ghost, He only knows as much as you're willing to tell. Don't need to remind you, but sometimes I like to, just so you know how I felt. Don't put it all on me. Don't put it all on me. Some days we might fall apart, but we're never broken. The words ever spoken mean nothing to me. By the look in your eye, I can tell that you no longer need me. The feeling is free. Don't put it all on me. 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 ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നു മൃദുല പ്രതലമധിക മധുരമതി മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടുപങ്കിടും മതി വരുവോളം ആഹാ ഹാ 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 വേനലിൽ കൊള്ളാതെ നീ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ ഉണരാം ഞാൻ നിന്നുടെ മാറത്തുമെല്ലെ പേരുകളാട്ടിടാം നിൻ ഹരിത പരവധാനിയാവാം കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാൽ വീണ്ടും പടർന്നു കയറിടും ഞാൻ കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാൽ വീണ്ടും പടർന്നു കയറിടും ഞാൻ എന്തിനി വേഗം ഇത്തിരി നേരം എന്തിനി വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നുടെ മൃദുല പ്രതലമധിക മധുരമതി മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടുപങ്കിടാം ഞാൻ മതി വരുവോളം ആഹാ ഹാ 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 You know I live, let you be my
मुझे
Sweat like she on Molly. Gotta move fast like Maserati. I don't know about her nature, but I like to get a naughty. I don't know about her plans or her options, but I know the best is that she fucking around with Robbie. Donga, 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 donga. She move her body to that rumba, 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 rumba. She made me wanna stay longer, 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 longer. I beat her body like a conga, 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 conga. Yeah. Move forward, then rewind a bit here. Wanna make you feel it in your spine a bit here. Hey. Move forward, then rewind a bit here. Wanna make you feel it in your spine a bit here. Hey. You got all my love. Off and down always till the end of my days. You got all my love. You've got all my love. പൂവും പ്രസാദവും ഇളനീർ കൊടുവുമായി കാവിൽ തൊഴുതു വരുന്നവളെ താമരവളയ കൈ